തമിഴ്നാട്ടിൽ ടി.വി.കെ പാർട്ടിയുടെ ഗംഭീര വിജയം. പാർട്ടി സ്ഥാപകനായിട്ടുള്ള വിജയ് അണ്ണൻ്റെ ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും രസികர்களെല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയം ഒരേ രീതിയിൽ സീരിയസ് ആയിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് ആ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ്. പക്ഷേ അദ്ദേഹം മറ്റ് മന്ത്രിമാരൊക്കെ അനുഭവിക്കുന്ന തരത്തിലേക്കുള്ള ഹണിമൂൺ പീരീഡ് ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ നേരിട്ട് തന്നെ ഒരു വിവാദത്തിലേക്ക് പോയങ്ങോട്ട് വീണു. സംഭവം സിമ്പിളാണ്. തുടക്കത്തിൽ തന്നെ ഒരു വിമർശനമൊക്കെ വരുന്നത് നല്ലതാണ്, തിരുത്തി പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. തൻ്റെ പേഴ്സണൽ അസ്ട്രോളജർ ആയിരുന്ന റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് അദ്ദേഹം വിജയ് അണ്ണൻ നിയമിച്ചു. സംഗതി വിവാദമായതോടെ വെറും 24 മണിക്കൂറിനുള്ളിൽ ആ ഒരു ഓർഡർ കയറി ചവിറ്റുകൊട്ടയിൽ ഇടേണ്ടി വന്നു. സിനിമയിൽ നമ്മൾ കാണുന്ന വിജയ് സ്റ്റൈൽ സ്വിഫ്റ്റ് ആക്ഷൻ ഭരണത്തിൽ നമ്മൾ കണ്ടു. പക്ഷേ അതിൽ അത്രയധികം ഒരു പഞ്ച് ഉണ്ടായില്ല. കാരണം ഏറ്റ വിമർശനം വളരെ സീരിയസ് ആയിരുന്നു. ആ ഒരു ചോദ്യം അവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട്, എന്തിനായിരുന്നു ഈ ഒരു നിയമനം? തമിഴ്നാടിൻ്റെ മണ്ണിൽ ഈ യുക്തിവാദം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് ദളപതി മറന്നുപോയോ എന്നൊരു ചോദ്യമൊക്കെ അവിടെ നിന്ന് വീണ്ടും കേൾക്കുകയാണ്. നമുക്ക് ഏതായാലും ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് വിശദമായിട്ടൊന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് മറ്റൊരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ എല്ലാ ആളുകൾക്കുമുള്ള ഒരേ ഒരു വലിയ ആശങ്ക എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെ രാജ്യത്തിന് പോലും ആ ഒരു ആശങ്കയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ വരാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ട്രേഡിംഗ് തുടങ്ങണം, മാർക്കറ്റ് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നതിനെ കുറിച്ചിട്ട് ഭൂരിഭാഗം പേർക്കും വലിയ ആശയക്കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് വൂൾഫ് ആപ്പിനെ പരിചയപ്പെടുത്തുന്നത്. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീസിൽ നിങ്ങളുടെ ട്രേഡിംഗ് യാത്ര തുടങ്ങാനായിട്ട് ഇതുവഴി നിങ്ങൾക്ക് സാധിക്കും. ഇന്ത്യയിലെ മുൻനിര സെബി രജിസ്ട്രേഡ് സ്റ്റോക്ക് ബ്രോക്കറാണ് മാർക്കറ്റ് വൂൾഫ് ആപ്പ്. ഇതിൽ യാതൊരുവിധ വാർഷിക മെയിൻ്റനൻസ് ചാർജുകളോ മറ്റ് ഹിഡൻ ഫീസുകളോ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതല്ല. ഇനി ഇതിലൂടെ എങ്ങനെയാണ് ട്രേഡ് നടക്കുന്നത് നമുക്ക് നോക്കാം. യൂസർ മെനു ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോളോ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നിങ്ങൾക്ക് കാണാം. നിലവിൽ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ളതും ലാഭം തരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള റിയൽ ടൈം മാർക്കറ്റ് ട്രെൻഡുകളാണ് ഈ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഫോളോ ട്രെൻഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്ട്രുമെന്റ് ചാർട്ടും ട്രേഡ് വിവരങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ സ്മൂത്ത് ആണ്. അതോടെ ഈ ട്രേഡ് സ്റ്റാർട്ട് ആവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് ഒരു ട്രേഡ് ലൈവ് ആയിട്ട് നിരീക്ഷിക്കാനായിട്ടൊക്കെ സാധിക്കും. ഈ ആപ്പിന്റെ മറ്റൊരു മികച്ച കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ചെറിയൊരു തുക വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഇൻബിൽറ്റ് സ്റ്റോപ്പ് ലോസ് ഫീച്ചറൊക്കെ ഈ ഒരു ആപ്പിലുണ്ട്. ഈ ഒരു ലൈവ് ട്രേഡൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഒരു ഉപയോക്താവ് ചെയ്ത ഒരു ട്രേഡിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ അവിടെ ഇതുണ്ട്, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെറും 3 ടാപ്പുകൾ കൊണ്ട് ആ ഒരു ട്രേഡ് അവസാനിപ്പിക്കാനായിട്ടും ഉണ്ടായ ലാഭമൊക്കെ ബുക്ക് ചെയ്യാനായിട്ടും ഈ ഒരു ആപ്പ് വഴിയൊക്കെ സാധിക്കുന്നുണ്ട്. മാർക്കറ്റ് വൂൾഫ് ആപ്പ് ഫ്രീ ആയിട്ട് യൂസേഴ്സിന് ട്രേഡ് റെക്കമെൻഡേഷൻസ്, ട്രെൻഡ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ മാസങ്ങളിൽ ചില യൂസേഴ്സ് 57,170 രൂപ, 70,468 രൂപ, 59,696 രൂപ വരെയുള്ള ലാഭങ്ങളൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസ് വളരെ ലളിതവും തുടക്കക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ ഇത് സജീവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് തിരികെ വരാം. തമിഴ്നാട്ടിലെ ഈ ജ്യോത്സ്യൻ നിയമന വിവാദം ഇത് ഏതെങ്കിലും തരത്തിൽ ടി.വി.കെ പാർട്ടിയെയോ അല്ലെങ്കിൽ വിജയിയെയോ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഇമേജിന് കോട്ടം തട്ടിയിട്ടുണ്ടോ? ചെറിയ രീതിയിൽ ഒരു നാണക്കേടായി പോയി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല. എന്നാലും ആളുകൾ അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് പ്രതിപക്ഷത്ത് നിൽക്കേണ്ടുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഈ ഒരു വിഷയം ഉന്നയിച്ചു എന്നുള്ളത്. ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ റിക്വസ്റ്റുകൾ കാര്യമായിട്ട് തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്. വിജയ് എന്ന വ്യക്തിയിൽ നിന്ന്, വിജയ് എന്ന നടനിൽ നിന്ന്, വിജയ് എന്ന രാഷ്ട്രീയക്കാരനിൽ നിന്ന് പല ആളുകളും ഇത് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭരണം തുടങ്ങിയ ഉടനെ തന്നെ തമിഴ്നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നു. ടി.വി.കെയുടെ വക്താവൊക്കെ കൂടിയാണ് ഈ രാധൻ പണ്ഡിറ്റ് എന്ന് പറയുന്നത്. സർക്കാർ ശമ്പളത്തിൽ ഒരു രാഷ്ട്രീയ പദവിയൊക്കെ അദ്ദേഹത്തിന് ജ്യോത്സ്യനല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം സ്ഥിരമായിട്ട് രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ജ്യോത്സ്യനായിട്ട് വർക്ക് ചെയ്തിട്ട് നേരിട്ട് ഈ ഭരണത്തിൽ ഇടപെടുക എന്നൊക്കെ പറയുന്നത് ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട ഒരു കാര്യമൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും സഖ്യകക്ഷികളായിട്ടുള്ള കോൺഗ്രസും ഇടതു പാർട്ടികളും VC-K ഒക്കെ വാളെടുത്തു. ഇതാണോ നിങ്ങളുടെ പുതിയ തമിഴ്നാട് എന്നുള്ളൊരു ചോദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ കത്താൻ തുടങ്ങിയതോടെയാണ് ഈ പറയുന്ന വിജയ് പ്ലേറ്റ് മാറ്റിയത്. 24 മണിക്കൂർ തികയും മുന്നേ നിയമനം റദ്ദാക്കി. ഇന്ത്യയിൽ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ നല്ല മാർക്കറ്റുള്ള ഒരു ജ്യോതിഷിയായിരുന്നു ഈ റിക്കി എന്ന് പറയുന്ന ചങ്ങായി.
അയാൾക്കിത് വലിയ ക്ഷീണമായി പോയി. കാരണം ആളുകൾ ഇങ്ങനെ കളിയാക്കി ചോദിക്കുകയാണേ, മുഖ്യമന്ത്രിയെ പ്രവചിക്കാനായിട്ട് പറ്റി, സ്റ്റാലിനെ താഴെ ഇറക്കാനായിട്ട് പറ്റി, പക്ഷേ ജോത്സ്യന് സ്വന്തം ഭാവി പ്രവചിക്കാനായിട്ട് പറ്റിയില്ല. സംഭവം വിജയുടെ ഭരണകൂടത്തെ ചെറിയൊരു രീതിയിൽ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിവാദം വന്ന ഉടനെ തന്നെ എല്ലാവരും ഓർത്തത് നമ്മുടെ പെർച്ചി തലൈവി ജയലളിതയാണ്. കാരണം ജയലളിതയും ജ്യോതിഷവും ഒക്കെ തമ്മിലുള്ള ബന്ധം തമിഴ്നാടിന് പുത്തിരിയായിട്ടുള്ള ഒരു സംഗതിയൊന്നുമല്ല. ജയലളിത തൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് മാറ്റിയതും ജയലളിത എന്നതിനകത്ത് ഒരു എ കൂടി എക്സ്ട്രാ ആഡ് ചെയ്തതും തിരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കാനായിട്ട് രാഹുകാലം നോക്കിയിരുന്നതും കൃത്യമായ സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്തതുമെല്ലാം ചരിത്രമാണ്. അവർക്ക് തൻ്റെ വിശ്വാസങ്ങൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് ഒരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷേ വ്യത്യസ്തതകൾ അവകാശപ്പെട്ട് വന്ന വിജയും ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ജയലളിത ഈ കാര്യങ്ങൾ ചെയ്തത് തമിഴ് രാഷ്ട്രീയത്തിൽ തൻ്റെ അധികാരം ഉറപ്പിച്ചതിന് ശേഷമാണ്. ജനങ്ങൾക്ക് അവരുടെ അഡ്മിനിസ്ട്രേഷനിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ആളുകളൊക്കെ വകവെച്ച് കൊടുക്കുകയുണ്ടായി. പക്ഷെ വിജയ് അങ്ങനെയല്ല. അദ്ദേഹം ഒരു ബിഗിനറാണ്. ഒരു പുതിയ തമിഴ്നാട്, മോഡേൺ ഗവർണൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് വാങ്ങിയ ആൾ അധികാരമേറ്റ ഉടനെ ജോത്സ്യനെ കൂടെ കൂട്ടുന്നത് ജനങ്ങളിൽ ഒരുതരം അവിശ്വാസം ഉണ്ടാക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജയലളിതയ്ക്ക് ലഭിച്ച ആ ഒരു ലക്ഷറി വിജയ്ക്ക് ഉറപ്പായിട്ട് ലഭിക്കത്തില്ല. ദ്രാവിഡ മണ്ണിലെ ലോജിക്കൽ തിങ്കിങ്, യുക്തിവാദം, തമിഴ്നാട് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് പെരിയാറിൻ്റെയും അണ്ണാദുരയുടെയൊക്കെ ആശയങ്ങളിൽ അധിഷ്ഠിതമാണ്. അന്ധവിശ്വാസങ്ങളെ തകർത്തെറിഞ്ഞ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് അവർക്കുള്ളത്. ജോത്സ്യം നോക്കുന്ന നേതാക്കൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ അത് ഒരു സർക്കാർ ഫയലിലേക്ക് കയറ്റാനായിട്ട് ആരും ഇതുവരെ ധൈര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തേക്ക് വെല്ലുവിളിക്കുന്ന രീതിയിലാണ് വിജയ് അത് ചെയ്തത്. തിരുത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ ഡാമേജ് ഉണ്ടായേനെ. ഈ സിനിമയിൽ ഈ മാസ് ഡയലോഗ് അടിക്കുന്നത് പോലെ ഈ ഭരണം അത്ര സിമ്പിളല്ല എന്നുള്ളത് പുള്ളിക്കാരനിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു പരാജയമാണോ അതോ ഒരു പാഠമാണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. വിജയുടെ ആ ഒരു നീക്കത്തിലൂടെ, ആ ഒരു മണ്ടത്തരത്തിലൂടെ പ്രതിപക്ഷത്തിന് വിജയ് ഒരു സുവർണ അവസരം നൽകി. ഗവൺമെൻറ് ബൈ അസ്ട്രോളജി എന്ന ലേബൽ വീഴുന്നത് ഏതൊരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ടും അപകടമാണ്. ഇപ്പം ജനങ്ങളെക്കുറിച്ചിട്ടും നയങ്ങളെക്കുറിച്ചിട്ടും വികസനത്തെക്കുറിച്ചിട്ടും സംസാരിക്കേണ്ട സമയത്ത് ജ്യോത്സ്യനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ടി വരുന്നത് ഭരണകൂടത്തിൻ്റെ പക്വതയില്ലായ്മ തന്നെയാണ് കാണിക്കുന്നത്. തുടക്കമാണെന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു പക്വതയില്ലായ്മയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ വിജയം നമ്മൾ സമ്മതിക്കണം. തൻ്റെ തീരുമാനം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട സമയത്ത് അത് തിരുത്താനായിട്ട് അദ്ദേഹം മടിച്ചില്ല. വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഇതിനെ നമുക്ക് പൊളിറ്റിക്കൽ അഡാപ്റ്റബിലിറ്റി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. വീഴ്ചയിൽ നിന്ന് പഠിക്കുന്നവനാണല്ലോ നല്ലൊരു നേതാവ്. പക്ഷേ ഇങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ അലച്ചല് വീഴുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി നാണക്കേട് ഉള്ള ഒരു സംഗതിയൊക്കെ തന്നെയാണ്. കുഴപ്പമില്ല, എഴുന്നേറ്റ് ഓടട്ടെ. വിജയ് ഇപ്പോൾ ഒരു സിനിമയുടെ ലൊക്കേഷനിലൊന്നുമല്ല. അത് വിജയുടെ രസികர்களுം വിജയും മനസ്സിലാക്കണം. സെൻറ്റ് ജോർജ് കോട്ടയിലാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഓരോ ഒപ്പും ഓരോ തീരുമാനവും ചരിത്രമാണ്. അവിടെയുള്ള ആ ഒരു നിയമനം, തുടക്കത്തിലുള്ള നിയമനം പോലും വലിയ വിഷയമായിട്ട് മാറി. സിനിമയിൽ ആരാധകരൊക്കെ എന്തിനും കൂടെ ഉണ്ടാവും. പക്ഷേ വോട്ടർമാരങ്ങനെയല്ല. അവരിങ്ങനെ പ്രായോഗിക തലമൊക്കെ നോക്കും, യുക്തിയൊക്കെ നോക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രമേ കൂടെ നൽകത്തുള്ളൂ. ഈ ജ്യോത്സ്യ വിവാദം വിജയുടെ ആ ഒരു ഹണിമൂൺ പീരീഡൊക്കെ അവസാനിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇനി മുതൽ ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെ അല്ല എന്നുണ്ടെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ നാണം കെടേണ്ടി വരും. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വിജയുടെ ഈ ഒരു യു ടേണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അതേപോലെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മാർക്കറ്റ് വൂൾഫ് ആപ്പിലേക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചു വരികയാണ്. മാർക്കറ്റ് വൂൾഫ് ആപ്പ് ഇതിനോടകം തന്നെ 2 മില്യണിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് iOS-ലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വൂൾഫ് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ രാഷ്ട്രീയ സാമൂഹിക വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.